നമസ്കാരം. സ്റ്റാർഡർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. മഴ കനക്കുന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ദേശീയപാതയിൽ വാഹനങ്ങളുടെ നീണ്ട നിര. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നു. മംഗലം ഡാമിന്റെ 6 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം തുറന്നു. മംഗലം പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് കോട്ടായിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ CPIM-ൽ. കോട്ടായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘർഷം. വാർത്തകൾ വിശദമായി. മഴ കനക്കുന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. കനത്ത മഴ തുടരുന്നു. കുരുക്കൊഴിയാതെ ദേശീയപാത. കനത്ത മഴ തുടരുന്നതിനാൽ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ തുടങ്ങിയ കുരുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് താൽക്കാലികമായെങ്കിലും പരിഹരിച്ചത്. വീണ്ടും മഴ തുടങ്ങിയാൽ കുരുക്ക് പതിവാകും. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെ ഗതാഗത നിയന്ത്രണമാണ് കുരുക്കിന് പ്രധാന കാരണം. ദേശീയപാതയിൽ വാണിയമ്പാറ, കല്ലിടുക്ക്, മുടിക്കോട് ഭാഗങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. 6 വരിയായി പോകുന്ന വാഹനങ്ങൾ ഇരുവശത്തേക്കും 2 വരിയായി ചുരുങ്ങുമ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, താൽക്കാലികമായി ക്രമീകരിച്ച റോഡ് മഴയിൽ ചളിക്കുളമായതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. വടക്കഞ്ചേരി മുതൽ മണ്ണൂത്തി വരെ 30 കിലോമീറ്റർ ദൂരം താണ്ടാൻ തിങ്കളാഴ്ച രാവിലെ 4 മണിക്കൂറോളം എടുത്തു. ദേശീയപാതയുടെ തകർച്ചയും ഗതാഗതക്കുരുക്കും തുടരുമ്പോഴും ടോൾ പിരിവ് നിർബാധം തുടരുകയാണ്. കനത്ത മഴ തുടരുന്നു. മംഗലം ഡാമിലെ 6 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം തുറന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ മംഗലം ഡാമിന്റെ 6 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം തുറന്നു. ജലനിരപ്പ് 76.95 മീറ്റർ എത്തിയപ്പോൾ തിങ്കളാഴ്ച പകൽ 11-ന് 5 സെന്റിമീറ്റർ വീതമാണ് ആദ്യം തുറന്നത്. മംഗലം ഡാമിൽ ഇന്നത്തെ ജലനിരപ്പ് 76.95 ആയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓറഞ്ച് അലർട്ടിൽ നമ്മൾ ഡാം തുറക്കുന്നത് സാധാരണയായിട്ട്. അപ്പോൾ ഡാം തുറക്കുന്ന ലെവലിലേക്ക് നീരൊഴുക്ക് കൂടിയത് കൊണ്ട് ഡാം തുറക്കുന്ന ലെവലിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇന്ന് 11 മണിക്ക് മംഗലം ഡാമിൻ്റെ 6 ഷട്ടറുകളും 5 സെൻറ്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. 30.2 മീറ്റർ ക്യൂബ് സെക്കൻഡാണ് ഇൻഫ്ലോ ഉള്ളത്. അതിനനുസരിച്ച് നമുക്ക് ഷട്ടറുകൾ ചിലപ്പോൾ മഴ കൂടുകയാണെങ്കിൽ ഷട്ടർ ഉയർത്തേണ്ടി വരും. ഇപ്പോൾ നിലവിൽ 5 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. പിന്നീട് വൈകുന്നേരം ജലനിരപ്പ് 77.02 എത്തിയപ്പോൾ 10 സെന്റിമീറ്ററാക്കി ഉയർത്തുകയായിരുന്നു. 77.88 മീറ്ററാണ് മംഗലം ഡാമിന്റെ പരമാവധി സംഭരണശേഷി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിൽ തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ മംഗലം പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് കോട്ടായിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാറും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും CPIM-ൽ ചേർന്ന് പ്രവർത്തിക്കും. കോൺഗ്രസ് വിട്ട പ്രവർത്തകരെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കോട്ടായി മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാർ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് DB ശശിധരൻ, യൂത്ത് കോൺഗ്രസ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് CPIM-ൽ ചേർന്നത്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസമാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. 941 പഞ്ചായത്തുകളിൽ ഒരു വർഷം മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി യോഗം നടത്തി 1000-ഓളം ആളുകളെ മീറ്റിംഗ് വെച്ചത് ഇന്നത്തെ DCC പ്രസിഡന്റ് KPCC ജനറൽ സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്നവർ പറഞ്ഞത്
മറ്റ് കേരളത്തിൽ ഒരു പഞ്ചായത്ത് ചിന്തിക്കാത്ത സമയത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയ ഒരു മണ്ഡലത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. VP ബൽറാം പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ഒരു DK എന്നുണ്ട്, മോഹൻകുമാറിനെ ഞങ്ങളുടെ DK ആണെന്നാണ്. അനിൽകുമാർ എന്ന് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ 10 മണ്ഡലം പ്രസിഡന്റുകൾ കോൺഗ്രസിന്റെ ഭാവി ശോഭനമാണ് എന്നാണ്. പാലക്കാട് കോട്ടായിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘർഷം. CPIM-ൽ ചേർന്ന കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഓഫീസിൽ ചുവപ്പ് പെയിന്റ് അടിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. CPIM-ൽ ചേർന്ന മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാർ അടക്കം നിരവധി പേരാണ് പെയിന്റ് അടിക്കാൻ ശ്രമിച്ചത്. സംഘർഷത്തെ തുടർന്ന് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. രാജിക്കത്ത് കൊടുത്ത ശേഷം മിന്നാന്ന് രാജിക്കത്ത് കൊടുത്തു, മിന്നാന്നാണ് ഇത് എഴുതി വാങ്ങിയത്. നിലവിലേക്ക് കടത്തിവിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉറപ്പായിട്ട് ഇതിനകത്ത് കയറും, ചുവന്ന കൊടി കെട്ടും, അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ഉറപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് നേതാക്കളുടെ കാർ പരിശോധിച്ചതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നീല ട്രോളി ബാഗുമായി പ്രതിഷേധ പ്രകടനം നടത്തി. നിങ്ങൾക്കെതിരായി ഉയരുന്നു പ്രതിഷേധം, 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 കോൺഗ്രസിന്റെ പ്രതിഷേധം, കോൺഗ്രസിന്റെ പ്രതിഷേധം. രാജിവെക്കും, രാജിവെക്കും, രാജിവെച്ച് പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ CPM-ഉം കേരളത്തിലെ BJP-യും ഒരുമിച്ച് ഒരു മുന്നണിയായി പ്രവർത്തിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. വ്യക്തി വിവാദം കൊണ്ടുവന്നു, പണത്തിന്റെ വിവാദം കൊണ്ടുവന്നു, ഒന്നിലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതാ തൊട്ടുപുറകിൽ നടക്കുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം. വർഗീയ വിഷം ചുറ്റുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ നേതാക്കന്മാരായ CPM-ന്റെ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ മോശമായ രീതിയിൽ പറഞ്ഞെങ്കിലും നിലമ്പൂരിലെ ജനത അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വടകരയുടെ MP ഷാഫി പറമ്പിൽ 13 വർഷക്കാലം പാലക്കാട് ജനങ്ങളുടെ MLA ആയിരുന്നു. A കൃഷ്ണൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രശോഭ്, FB ബഷീർ, MM അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐയുടെയും യുവ സോഷ്യലിസ്റ്റ് വായനശാല, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ SLC+2 വിജയികളെ അനുമോദിച്ചു. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൽ രാജ്യത്തുണ്ടാക്കാൻ പറ്റുന്ന ഇപ്പോൾ സ്വന്തമായ തൊഴിൽ, സ്വന്തമായ സ്ഥാപനങ്ങൾ, ഏത് രാജ്യത്തും എവിടെ ചെന്നും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള മാറി. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന നിലവാരമാണ് കാണുന്നത്. 1957 നമുക്കെല്ലാവർക്കും സൗജന്യമായി പഠിക്കാനുള്ള ഒരു നിയമം പാസ്സാക്കിയത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് എല്ലാവർക്കും പഠിക്കാൻ, സാധാരണ മനുഷ്യരുടെ മക്കൾക്കൊക്കെ പഠിക്കാനുള്ള നിയമം പാസ്സാക്കിയത്. ആ നിയമത്തിലൂടെയാണ് കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും മതന്യൂനപക്ഷക്കാരന്റെയും എല്ലാ മനുഷ്യരുടെയും മക്കൾക്ക് കേരളത്തിൽ പഠിക്കാൻ പറ്റിയത്. ആ 57 വിദ്യാഭ്യാസം വന്നതോടുകൂടിയിട്ടാണ് ഇന്ന് ലോകത്തിലെ 126 രാജ്യങ്ങളിൽ മലയാളികൾ ജോലി ചെയ്യുന്നു. എത്ര രാജ്യങ്ങളാണ്? 126 രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ ജോലിയെടുക്കുന്നത്. 57 നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം, സൗജന്യം സാർവത്രികമായ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ നാട് വളർന്നു. ആ നാടിൻ്റെ വളർച്ചയാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അഭിമാനത്തോടുകൂടി പണിയെടുക്കുന്ന മലയാളികൾ ഇന്ന് ഉള്ളത്. ആ നിലയിലേക്ക് നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് വളർച്ച പ്രാപിച്ചു. K ഗോവിന്ദൻ അധ്യക്ഷനായി. വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, K കുമാരൻ, K കൃഷ്ണദാസ്,
രവിദാസൻ, VC സിജു, കൃഷ്ണകുമാർ, മഹേഷ് എന്നിവർ സംസാരിച്ചു. കുടുംബവഴക്ക്, ഭാര്യയ്ക്ക് നേരെ വെടിയുതിർത്ത ഭർത്താവ് അറസ്റ്റിൽ. കുടുംബവഴക്കിനെ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് നേരെ എയർഗൺ എടുത്ത് വെടിയുതിർത്തു. മംഗലണ്ട പൂതങ്കോട് കുന്നത്ത് വീട്ടിൽ ശിവൻ 58 വയസ്സാണ് ഭാര്യ മേരി 52 വയസ്സിനെ വെടിവെച്ചത്. കാൽമുട്ടിന് പരിക്കേറ്റ മേരി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മംഗലണ്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത ശിവനെ ആലത്തൂർ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വടക്കഞ്ചേരി പട്ടണത്തിന് സമീപം മോഷണം, വാച്ചുകളും പണവും നഷ്ടപ്പെട്ടു. ഗണപതി സഹായം ക്ഷേത്രത്തിലും ടൗൺ മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണ ശ്രമം. വടക്കഞ്ചേരി പട്ടണത്തിനോട് ചേർന്ന് വിനായക സ്ട്രീറ്റിലെ ഉഷാദേവിയുടെ വീട്ടിലും ഗണപതി ക്ഷേത്രത്തിലുമാണ് സംഭവം നടന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് സംഭവം. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഉഷാദേവിയുടെ വീട്ടിൽ നിന്നും 2 വാച്ചുകളും അമ്പലത്തിലേക്ക് നിക്ഷേപിക്കാനായി സൂക്ഷിച്ച ചില്ലറ തുട്ടുകളുമാണ് മോഷണം പോയത്. കൊട്ടിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ എത്തുമ്പോഴാണ് സംഭവം അറിയുന്നത്. ഈ വീട്ടിലെ അമ്മയാണ് ഇന്ന് ഈ മോഷണത്തിൻ്റെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിലെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിനിയാന്ന് കൊട്ടിയൂർ പോയി ഇന്ന് രാവിലെ വന്നതാണ്. രാവിലെ വരുമ്പോഴാണ് ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു മോഷണം നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇവർ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളനിലേക്ക് കയറുകയും അതിന് പുറമെ 2 റൂമിലെ എല്ലാ അലമാറിയും ഇതും എല്ലാം ഡ്രസ്സും എല്ലാം താഴ്ത്തിക്കിട്ടപ്പോഴാണത് മോഷണ ശ്രമമാണെന്ന് നമ്മളത് തിരിഞ്ഞറിഞ്ഞത്. ഇവിടെ ഇതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിനോട് ചുറ്റിപ്പറ്റിയ ഒരു മോഷണം നടന്നത്. ഈ അമ്പലത്തിലും വീടിന് പുറമെ അമ്പലത്തിലും കള്ളൻ കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെ ഇവർ 2 വാച്ചും പിന്നെ കുറച്ച് പൈസയുമാണ് പോയിരിക്കുന്നത്. പൈസ അതേപോലെ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയി ഇട്ട് വെച്ചിരിക്കുന്ന പൈസയാണ് പോയിരിക്കുന്നത്. അത് ഏകദേശം എത്രയാണെന്നുള്ളത് അടക്കം നമ്മളിപ്പോൾ നോക്കി വരുന്നേ ഉള്ളൂ. പിന്നീട് സമീപത്തെ ഗണപതി ക്ഷേത്രത്തിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഗണപതി ക്ഷേത്രത്തിൽ മോഷണം നടത്താനുള്ള ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളും കണ്ടെത്തിയത്. പിൻവശത്തെ ഉഷാദേവിയുടെ വീട്ടിലേക്കും മോഷ്ടാവ് പോകുന്ന ദൃശ്യവും CCTVയിലുണ്ട്. ഇവരുടെ വീടിൻ്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. അലമാരിയും മറ്റും കുത്തിപ്പൊളിച്ച നിലയിലാണ്. ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ടൗണിലെ മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി ദീപാരാധനയ്ക്കായി ക്ഷേത്ര ഭാരവാഹികൾ എത്തിയപ്പോഴാണ് വഴിപാട് കൗണ്ടറും നിവേദ്യപുരയുടെയും പൂട്ടുപൊളിച്ച് തകർന്ന നിലയിൽ ആയിരുന്നു. മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ KP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.